ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൺലൈനിൽ നിന്നും മേടിച്ച അഡീനിയം ചെടികൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അതിൻ്റെ പോട്ടി മിക്സ്, അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് വെറൈറ്റി മൾട്ടിപെറ്റൽ അഡീനിയം ചെടികളാണ് ഓർഡർ ചെയ്തിരുന്നത്. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിലും കൂടുതലായി ഓൺലൈൻ വഴിയായിരിക്കും എല്ലാവരും അഡീനിയം ചെടികൾ വാങ്ങിക്കാറുള്ളത്. ഓൺലൈനിൽ നിന്നും മേടിക്കുന്ന അഡീനിയം ചെടികൾ മണ്ണ് ഇല്ലാതെ ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. മണ്ണില്ലാതെ അയക്കുന്നത് കൊണ്ട് അഡീനിയം ചെടികൾക്ക് കേടൊന്നും സംഭവിക്കില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഒരുവിധം വലിയ പ്ലാന്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ കോഡക്സിന് വല്ല ഞങ്ങലുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇതിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ, ബ്ലാക്ക് കളറിലിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വേരുകൾ കട്ട് ചെയ്ത് അതിൽ ഏതെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുക്കേണ്ടതാണ്. ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, അത് വന്നോളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്ന കമ്പുകൾ അത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് വളർച്ച ഉണ്ടാവുകയില്ല. പിന്നെ ഇതിൻ്റെ കളറിൻ്റെ കോഡ് നമ്പറൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ചെടി കിട്ടിയിട്ട് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്താലും ചെടിക്ക് കേടൊന്നും സംഭവിക്കില്ല. ചെടി തണലിൽ വെച്ചിരുന്നാൽ മതി. ചെടി നടുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് വെള്ളത്തിൽ സാഫ് കലക്കി ചെടീനെ കുറച്ച് നേരം അതിൻ്റെ കോഡക്സ് ഭാഗം മുക്കി വയ്ക്കണം. ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ അതിൽ മുക്കി വെച്ചാൽ മതി. അതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. പിന്നെ ചെടി നട്ടു കൊടുക്കാം. ചെടി നടുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇതാണ്. ഞാനിവിടെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഒരു ചെറിയ അളവിൽ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഒരു ചെറിയ അളവിൽ കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. മണൽ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ മണലും എടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണ് എടുക്കുമ്പോൾ കട്ട പിടിക്കാത്ത നല്ല മണ്ണായിരിക്കണം എടുക്കേണ്ടത്. മണൽ ചേർന്ന മണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മണൽ ഇല്ലാത്തവർക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചു പോയിട്ട് അവിടെ മണൽ പോലത്തെ മണ്ണുണ്ടായിരിക്കും. അങ്ങനത്തെ മണ്ണ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാനിവിടെ കൊക്കോപീറ്റ് എടുത്തേക്കുന്നത് ചെറിയ അളവിലാണ് എടുത്തേക്കണത്. അത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മണ്ണൊന്ന് ചെറുതായിട്ട് ലൂസാവാൻ വേണ്ടിയിട്ടാണ് കൊക്കോപീറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ചെറിയ അളവിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. അതിന് പകരം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താലും മതി, കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ സാഫ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മണ്ണിലൂടെ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനാണ് സാഫ് ചേർക്കുന്നത്. ഇനി നടുവാനുള്ള ചട്ടി എടുക്കണം. ചട്ടി എടുക്കുമ്പോൾ നല്ല ഹോളുള്ള ചട്ടി ആയിരിക്കണം എടുക്കേണ്ടത്. ചെറിയ ചട്ടി എടുത്താൽ മതി. ചെടി വളരുന്നതിനനുസരിച്ച് വലിയ വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ചെടി നടുന്നതിനായിട്ട് ആദ്യം ചട്ടിയുടെ അടിയിൽ കല്ലുകളോ ഓട്ടും കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ ചട്ടിയുടെ പകുതി ഭാഗം മാത്രം മണ്ണിടുക. അതിനുശേഷം ചെടി നട്ടു കൊടുക്കാം. ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കോഡക്സ് മുഴുവനായിട്ടും മണ്ണിൽ താഴ്ത്തി വയ്ക്കാൻ പാടില്ല. വേരുള്ള കുറച്ച് ഭാഗം മണ്ണിനടിയിൽ വയ്ക്കുള്ളൂ. ചെടി ഇതുപോലെ വെച്ച് ചുറ്റിലും മണ്ണിട്ട് കൊടുക്കുക. ഇതുപോലെ ചട്ടിയുടെ 1/4 ഭാഗം മണ്ണ് നിറച്ചാൽ മതി. എന്നിട്ട് ചുറ്റിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെടിയുടെ പോട്ടിങ് ഇത്രയ്ക്കുള്ളൂ. ഇനി ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കണം. ചെടി നനയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേരത്തെ ചെടി മുക്കി വെച്ച സാഫ് കലക്കിയ വെള്ളമാണ്. അത് നന്നായിട്ട് ഇതിൻ്റെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ചെടി നന്നായി നനച്ച് അതിനൊഴിക്കുന്ന വെള്ളം അടിയിലൂടെ വാർന്നു പോകണം. അല്ലെങ്കിൽ അതിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ചീയാൻ സാധ്യത കൂടുതലാണ്. ഇനി ചെടി ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് ചെടി വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. റീപോട്ടിങ്ങിന് ശേഷം ചെടിക്ക് ചെറുതായിട്ട് കോഡക്സ് ഞങ്ങളൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. അത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ശരിയായിക്കോളും. മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം പിന്നീട് നനച്ച് കൊടുത്താൽ മതി. ചെടി നന്നായി വേര് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്ന് 2 മാസമായിട്ട് പുതിയ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.